ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് കുറേ ദിവസത്തെ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്ത് ഞാൻ ഒറ്റ വീഡിയോ ആക്കിയിട്ടിരിക്കുകയാണ്. കുറേ ദിവസമായി നമുക്ക് വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് കാണാൻ ആരും അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാലും ഒന്നോ രണ്ടോ പേര് കാണുന്നത് പിന്നെ എനിക്കൊരു മെമ്മറി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സാൻഡ്വിച്ചാണ്. വെജ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ബ്രെഡ് പൊതുവേ നമുക്ക് മൈദ തന്നെയാണ്, പിന്നെ ബ്രൗൺ എന്നൊക്കെ എഴുതിയിരിക്കുന്നു. എനിക്കറിയത്തില്ല എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ളത്. പിന്നെ വെജിറ്റബിൾസൊക്കെ വെച്ച് കഴിക്കുമ്പോഴത്തേക്കും അത് ഹെൽത്തി ആയിക്കോളും എന്നുള്ളൊരു വിശ്വാസത്തിൽ, പിന്നെ എൻ്റെ ഒരു ക്രേവിങ്ങും കൂടെ ഉണ്ടായിരുന്നു നല്ല ഒരു സാൻഡ്വിച്ച് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ, അതാണ് നമ്മളുടെ ഫോർമുല. സോ അതുകൊണ്ട് കുറച്ച് ചാറ്റ് മസാലയാണ് ഞാനതിൽ തൂകിയിരിക്കുന്നത്. എന്നിട്ട് ബ്രെഡ് വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇത് മോൾക്കും ഇങ്ങനെ കട്ടൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവൾ നന്നായിട്ട് കഴിക്കും. ലേസി സാൻഡ്വിച്ച് എന്നാണ് ഇതിന് ഞാൻ ആക്ച്വലി വെച്ചിരിക്കുന്ന ഒരു പേര്. നമുക്കിത് ടോസ്റ്റൊക്കെ ചെയ്ത് കഴിക്കാം, പക്ഷേ ടോസ്റ്റൊന്നും ചെയ്യാനുള്ളൊരു ക്ഷമയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ ചട്നിയൊക്കെ വെച്ച് കൊടുത്തു, പിന്നെ പൊട്ടാറ്റോ, പിന്നെ അടുത്ത ലെയർ കുക്കുംബർ, പിന്നെ ഓരോരോ ലെയറായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾസ് ടൊമാറ്റോ വെച്ച് കൊടുത്തു. പിന്നെ ഇതിൽ നമുക്ക് ക്യാപ്സിക്കം, ലെറ്റ്യൂസ്, ക്യാരറ്റ് അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സിമ്പിൾ ലേസി സാൻഡ്വിച്ച് ഒപ്പിച്ചത്. അങ്ങനെ അടുത്ത ലെയറും നമ്മളെല്ലാം വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഇത് ഈസ്റ്ററിൻ്റെ അന്ന് ഞാൻ മട്ടൻ ബിരിയാണി, ഫിഷ് ഫ്രൈ, എഗ്ഗ് ഒക്കെ ഉണ്ടാക്കിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഈസ്റ്റർ ആയിരുന്നു. പിന്നെ വളകാപ്പൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രെൻഡാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു സെക്കൻഡ് പ്രഗ്നൻസി ആയതുകൊണ്ട് ആരും അങ്ങനെ ചെയ്തു തരാനായിട്ടില്ല. പക്ഷേ ഞാൻ ചാറ്റ് GPT നിന്ന് കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തതാണ്. ഇത് ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആദ്യമായിട്ട് സാരി എടുത്ത ഒരിതാണ്. പിന്നെ ഡയമണ്ട് നോസ് പിൻ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കാശിന് വാങ്ങിച്ചതാണ്. സോ അതിനും ഒരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞില്ലേ, കുറേ കാര്യങ്ങൾ ഒറ്റ വീഡിയോയിലാണ്. അപ്പോൾ എന്തായാലും സാരി ഉടുത്തപ്പോഴത്തേക്കും കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ ആ ഫോട്ടോസൊക്കെ എടുത്ത് ഒരു സ്വീറ്റ് മെമ്മറി അല്ലേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ 7th മന്ത് സ്റ്റാർട്ടായ ആ ഒരു ഡേ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീട്ടിൽ തന്നെ ഒന്ന് വിളക്കൊക്കെ വെച്ചു. പിന്നെ 7 കളേഴ്സ് ഓഫ് ബാംഗിൾസ്, പിന്നെ 7 ടൈപ്സ് ഓഫ് പലഹാരങ്ങൾ. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, ഇതൊക്കെ പുറത്തുനിന്ന് മേടിച്ചതാണ്. കുറച്ച് വാങ്ങിച്ചു. പിന്നെ 1-2 വീട്ടുകാർക്കൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ബിക്കോസ് അവരൊക്കെ എനിക്ക് സ്വീറ്റ്സോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ വീട്ടുകൾക്കൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇത് മോൾക്ക് വെക്കേഷൻ സ്റ്റാർട്ടായി. അപ്പോൾ ഞാൻ എവിടെയും നമ്മൾ മോളെ കൊണ്ടുപോയില്ല. എൻ്റെ ഈ വെക്കേഷനൊക്കെ ഇതുപോലെ തന്നെ ആയിരുന്നു. സ്കൂൾ ഡേയ്സും കോളേജ് ഡേയ്സും ഒക്കെ വീട് തന്നെയായിരുന്നു. അപ്പോൾ ഇവൾ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് ഞാനും മോളും കൂടെ മാത്രം ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നു. ലുലു മോളിലോട്ടാണ് നമ്മൾ പോയത്. അപ്പം ഹസ്ബൻഡ് ബിസി ആയത് കാരണം പുള്ളിക്കാരന് വരാൻ പറ്റിയില്ല. എന്നെ ഡ്രോപ്പ് ചെയ്തു പുള്ളിക്കാരൻ. എന്നിട്ട് നമ്മളെ വിളിക്കാനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് പിസ്സ വാങ്ങിച്ചു കൊടുത്തു. പിസ്സ ഹട്ടിലാണ് ഞങ്ങൾ കയറിയത്. നമ്മൾ ആക്ച്വലി ഫുഡൊക്കെ കുറച്ചൊന്ന് കഴിച്ചിട്ടൊക്കെയാണ് പോയത്. എന്നാലും അവിടെ പോയപ്പോൾ എല്ലാവരും കഴിക്കുന്നത് കണ്ടപ്പോൾ ഒരു വിശപ്പ്. അപ്പോൾ പിസ്സ കഴിച്ച് ഇറങ്ങിയതിന് ശേഷം നമ്മളൊന്ന് ഫലൂദയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു സ്വീറ്റോ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നി. അപ്പം അവൾക്ക് ഞാൻ പിസ്സ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫലൂദ വാങ്ങിച്ചു കൊടുത്തു. നല്ല ഫലൂദ ആയിരുന്നു കേട്ടോ. അതിൽ കുറേ പൈനാപ്പിൾ, പപ്പായയൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പേടിച്ച് ഞാൻ കഴിച്ചില്ല. പിന്നെ മോൾക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഐസ്ക്രീം ആയിരുന്നു. ഒരു സ്കൂപ്പ് ഓഫ് വാനില ഐസ്ക്രീം അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഐസ്ക്രീം ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു വെക്കേഷൻ ആയിട്ട് കൊച്ചിനെ എവിടെയും കൊണ്ടുപോയില്ല എന്നുള്ളൊരു സങ്കടം മാറ്റാനാണ് അവളെ ഞാൻ ലുലു വരെ ഒന്ന് കൊണ്ടുപോയി. ആൻഡ് ഇത് 2 വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്നു നേരെ വീട്ടിലേക്ക്. ഇതായിരുന്നു അവളുടെ ഒരു വെക്കേഷൻ ആഘോഷം ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.